السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم. رب تمم بالخير والسعادة. പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ തസ്കിയ മൂന്നാമത്തെ പാഠം ളുയാഫത്തുൻ അജിബല്ലാഹു മിൻഹാ, അള്ളാഹു സന്തോഷിച്ച ഒരു സൽക്കാരം. അള്ളാഹു സന്തോഷിച്ച ഒരു സൽക്കാരം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഥിയെ ബഹുമാനിക്കാൻ വളരെ പ്രോത്സാഹിപ്പിച്ചൊരു മതമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിഥികളൊക്കെ എല്ലാം ബഹുമാനിക്കാറിന നീച്ചിക്കുക നടത്തല്ല. ഓരോന്നും ഓരോ ബഹുമാനങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് പറയാം, അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക, അവരെ ഇടങ്ങാറാക്കാതിരിക്കുക. വിരുന്നാർ വന്നാൽ എന്നാ പോവുക വെച്ചിട്ട് ഇടങ്ങാറാക്കാതെ, അവർക്ക് വന്നത് ഈ വീട്ടിലേക്ക് ഞാൻ വന്നത് സന്തോഷം തോന്നണം, ഇനിയും വരാൻ തോന്നണം. അല്ലാണ്ട് ഒരു ഇന്ന് പോയിട്ട് പിന്നെ ജന്മത്തിൽ ആ പെരീക്ക് ഞങ്ങൾ പോകില്ല എന്നൊരു മനസ്സും കൊണ്ട് പറയാൻ പാടില്ല. അല്ലാതെ കൊടുക്കണം. ഒരു വിരുന്നുകാരൻ നമ്മൾ വീട്ടിലേക്ക് വന്ന 1000 റഹ്മത്തും ബർക്കത്തും കൊണ്ടാണ് വരിക. പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് പോവുക. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. വിരുന്നുകാർ വരാനുള്ള വീടാക്കി നമ്മളെ വീട് മാറ്റണം. വിരുന്നുകാർക്ക് ഇഷ്ടമുള്ള വീടാക്കി നമ്മളെ വീട് മാറ്റണം. അല്ലാഹു എല്ലാം സന്തോഷമാക്കി തരട്ടെ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ജാഅ റജുലുൻ ഇലാ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ഇന്നി മജ്ഹൂദ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിശ്ചയമായും ഞാൻ കഠിനമായ പ്രയാസത്തിലാണ്, അഥവാ കഠിനമായ വിശപ്പിലാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരുന്നുകാർ വന്നാൽ, അതിഥികൾ വന്നാൽ, ആവശ്യക്കാർ വന്നാൽ ആദ്യം സദസ്യരോട് ചോദിക്കാറില്ല. തൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിലേ സദസ്യരോട് ചോദിക്കാറുള്ളൂ. വെറും പിരിവുകാരനല്ല അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ فارسل إلى بعض نسائه فقالت والذي بعثك بالحق ما عندي إلا ماء. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പത്നിമാരുടെ അടുത്തേക്ക് ഭക്ഷണമുണ്ടോ എന്നറിയാൻ ആളയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങയെ സത്യവുമായി നിയോഗിച്ച റബ്ബ് തന്നെയാണ് സത്യം. എൻ്റെ അടുത്ത് വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹു, നമ്മളൊക്കെ സല്ലാജിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൽ ഭക്ഷണങ്ങളാണ്. ഇന്നലത്തത് മിനിഞ്ഞാന്നത്തത് പഠിച്ച റബ്ബേ പലതും. റസൂലുള്ളാഹിന്റെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഭാര്യമാർ പറയാണ്, വീട്ടിൽ പച്ച വെള്ളം മാത്രമേ കഴിക്കാൻ പറ്റിയതുള്ളൂ. മക്കളെ, നല്ല ശ്രദ്ധ വേണം. ഭക്ഷണം വലിയൊരു നിഅമത്താണ്. അത് നിഖമത്തായി കളയരുത്, ശിക്ഷയാക്കരുത്. ഒരൽപ്പം പോലും ഭക്ഷണം വെറുതെ കളയരുത്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എവിടെ നിന്നാണെങ്കിലും നമ്മൾ എടുക്കണം. സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും, കല്യാണത്തിന് പോയാലും, സൽക്കാരത്തിന് പോയാലും, ഹോട്ടലിൽ പോയാലും ആവശ്യമുള്ളത് ഓർഡർ ചെയ്യണം, എടുക്കണം. ഒരു വറ്റ് പോലും കളഞ്ഞു പോകല്ല. തിരിച്ചടിക്കും, ആ ബോള് തിരിച്ചടിക്കും. ശരിക്കുന്നില്ല. അവിടുത്തെ ഭാര്യ പറയാണ്, ഇവിടെ പച്ച വെള്ളേ ഉള്ളൂ. അല്ലാഹ്. അപ്പോഴോ ثم أرسل إلى أخرى فقالت مثل ذلك حتى قلنا كلهن مثل ذلك لا والذي بعثك بالحق ما عندي إلا ماء. അവിടുന്ന് വേറെ ഭാര്യയിൽ പിന്നീട് മറ്റൊരു പത്നിയുടെ അടുത്തേക്ക് അയച്ചു. അവരും അതുപോലെ തന്നെ പറഞ്ഞു. അങ്ങനെ മുഴുവൻ ഭാര്യമാരും അത് തന്നെ പറഞ്ഞു. ഇല്ല, സത്യവുമായി അങ്ങ് അയച്ചവൻ തന്നെയാണ് സത്യം. എൻ്റെ അടുത്ത് വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. قال النبي صلى الله عليه وسلم من يضيف هذا الليلة.
فقال رجل من الأنصار أنا يا رسول الله. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്ന് രാത്രി ഇദ്ദേഹത്തെ ആരാണ് അതിഥിയായി സ്വീകരിക്കുക? അപ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ സ്വീകരിക്കാം. കൂട്ടുകാരെ, സ്വഹാബത്തിൻ്റെ ജീവിതമാണത്. കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാട്. അവർക്കൊന്നും വയറ് നിറച്ചുണ്ണാൻ പോയിട്ട് ഉണ്ണാനില്ലായിരുന്നു. എന്ന് നമുക്ക് അല്ലാഹു ദുനിയാവങ്ങ് കോരി വാരി തന്നു. നമുക്ക് എന്തില്ലെങ്കിലും ഭക്ഷണം ഒരുപാട് അല്ലാഹു തന്നിട്ടുണ്ട്. മറന്നു പോകല്ല സൃഷ്ടാവിനെ. ഒരുപാട് ആളുകൾ പങ്കെടുത്ത ആ സദസ്സിൽ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നു. എൻ്റെ വീട്ടിൽ ആൾക്ക് കൊടുക്കാൻ എന്തുണ്ട്. നേതാവിൻ്റെ വീട് പോലെ തന്നെ അനുയായികളുടെ വീടും. സുബ്ഹാനല്ലാഹ്. ഈ സ്വഹാബി അൻസ്വാരി അങ്ങനെ പറഞ്ഞു. فانطلق به إلى رحله فقال لامرأته أكرمي ضيف رسول الله. അങ്ങനെ അദ്ദേഹം അതിഥിയുമായി തൻ്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയെ ആദരിക്കുക. നോക്കൂ നിങ്ങൾ, പ്രയോഗമാണത്. അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. ഭാര്യമാരോട് സ്നേഹത്തിൽ വർത്തിക്കണം, ഭർത്താവിനോട് അതുപോലെ തിരിച്ചും വർത്തിക്കണം. തമാശക്കല്ലാണ്ട് കാര്യത്തിൽ പിണങ്ങിക്കൂടാ. ഭാര്യയോട് അവിടെ അദ്ദേഹത്തിനറിയാം തൻ്റെ വീടിൻ്റെ അവസ്ഥ അവിടെ ഒന്നുമില്ല. പക്ഷേ ആരും സൽക്കരിച്ചില്ലെങ്കിൽ ഈ വശന്ന് വരഞ്ഞ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് യാചിച്ച ഈ മനുഷ്യൻ സങ്കടത്തിലാകും. ആ സങ്കടം ഹബീബിന് സങ്കടമാകും. അദ്ദേഹം ഭാര്യൻ്റെ അവസ്ഥ അറിയാം, വീട്ടിലെ അവസ്ഥ അറിയാം. പക്ഷേ ഭാര്യ മടക്കരുതല്ലോ. അവിടുന്ന് വലിയ സന്തോഷത്തോടെ പറഞ്ഞ്, ഇന്ന് വല്ലാത്തൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിയാണ്, മാനിക്കണേ പെണ്ണേ. ഫീ റിവായത്തിൻ ഖാല ലിംറഅതിഹി ഹൽ ഇൻദകി ശൈഉൻ ഖാലത് ലാ ഇല്ലാ ഖൂത സുബിയാനിനാ. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരമാണുള്ളത്. അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, നിന്റെ അടുത്ത് ഭക്ഷണമായി വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, എൻ്റെ കുട്ടികൾക്കുള്ള ഭക്ഷണം അത്രമേ ഉള്ളൂ. അദ്ദേഹം തിരിച്ചു പോയോ? കുട്ടികളെ, കൂട്ടുകാരെ, വീട്ടിലൊന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയോ? മാനസികാവസ്ഥ. അതാണ് പഠനം. റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് ഇൽമു കേട്ടപ്പോൾ അത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹം ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക. ഖാല ഫഅല്ലിലീഹിം ബിശൈഇൻ വഇദാ അറാദുൽ അശാഅ ഫനവ്വിമീഹിം വഇദാ ദഖല ളൈഫുനാ ഫഅത്ഫി ഇസ്സിറാജ് വഅരീഹി അന്നാ നഅകുലൂ. വിരുന്നുകാരണ പള്ളിയിൽ നിർത്തിയിട്ട് ഈ സ്വഹാബി വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. വീട്ടിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ അവരെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുക. അവർ അത്തായം വേണമെന്ന് പറഞ്ഞാൽ അവരറിയാതെ അവരെ ഉറക്കിക്കൊള്ളുക. നമ്മുടെ അതിഥി ഭക്ഷണം കഴിക്കാൻ പ്രവേശിച്ചാൽ നീ വിളക്കണക്കണം. നമ്മളും കഴിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിപ്പിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? വിശദീകരിക്കണ്ടല്ലോ. കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും കഥ പറഞ്ഞിരിക്കുക. അപ്പം ആ കഥയിലായി ഇങ്ങനെ കഴിക്കും, ഭക്ഷണം കഴിക്കാനായില്ലേ, കഴിക്കാൻ മക്കളെ എന്നും പറഞ്ഞ് അവരെ കൂടെ ഇങ്ങനെ കൂടുക. കൊച്ചു മക്കളല്ലേ, അവരറിയോ അത് ഉറങ്ങിപ്പോകും. അവരുറങ്ങട്ടെ, വിശന്നുറങ്ങട്ടെ. ഞാൻ റസൂലുള്ളാഹിന്റെ അതിഥിയുമായി ഒന്ന് വീട്ടിലെത്തിയാൽ, ഭക്ഷണം മുമ്പിൽ എത്തിയാൽ നീ വിളക്ക് കെടുത്തണം. ഞാൻ പറയും, വിളക്കിൽ
കെട്ടുപോയി, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ പറയും. അതിഥി ഭക്ഷണം കഴിക്കും. അപ്പം നമ്മൾ ചവക്കുന്നത് ചവച്ച് കാട്ടിക്കൊടുക്കണം. അതിഥിക്ക് തോന്നണം വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഭക്ഷണം അതിഥി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി അദ്ദേഹത്തെ യാത്ര അയക്കാം. എന്താണ് ഐഡിയല്ലേ? കഷ്ടപ്പെടണം സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടണം. ഹസനാത്തുകൾ വർദ്ധിപ്പിക്കണം. ദുനിയാവ് അല്ല പറഞ്ഞിട്ടുണ്ട്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഇവിടെ സഞ്ചരിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, അഥവാ ജീവനുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ, അതിന് വേണ്ടതെല്ലാം റബ്ബിൻ്റെ അടുത്തുണ്ട്. റബ്ബേറ്റിട്ടുണ്ട്. റബ്ബ് തരുന്നതാണ്. എനിക്കും നിങ്ങൾക്കും എത്രമാത്രം ജീവൻ അവശേഷിക്കുന്നു അതുവരെയും വേണ്ടതൊക്കെ റബ്ബ് തരുമെന്ന് അള്ള ഏറ്റിട്ടുണ്ട്. ആഖിറം അങ്ങനെ അള്ള ഏറ്റതായി എവിടെയുമില്ല. സമ്പാദിക്കണം, ഹസനാത്തുകൾ വർദ്ധിപ്പിക്കണം. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എന്നിട്ടോ അതിഥി വന്നു. അങ്ങനെ അവർ ഇരുന്നു. അതിഥി കഴിക്കുകയും ചെയ്തു ഭക്ഷണം. അവർ രണ്ടുപേരും, അഥവാ ആതിഥേയനും ഭാര്യയും ആ സ്വഹാബിയും ഭാര്യയും അന്ന് രാത്രി വയറൊട്ടിയവരായി പട്ടിണിയോടെയാണ് കഴിഞ്ഞുകൂട്ടിയത്. വയറ് ഒട്ടിയവരായി കിടന്നുറങ്ങി. നേരം പുലർന്നു. ഫലമ്മാ സുബഹ വദാ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ലഖദ് അജിബല്ലാഹു മിൻ സ്വനിഇകുമാ ബിളൈഫികുമാ ലൈല. സുബ്ഹാനല്ലാഹ്. പ്രഭാതമായപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങളുടെ അതിഥിയോട് നിങ്ങൾ രണ്ടുപേരും ചെയ്ത പ്രവൃത്തിയിൽ അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു, അഥവാ സന്തോഷിച്ചിരിക്കുന്നു. ഈ വാക്യം പറയണം. ഇലാ ഹാദാ സ്വഹാബി കരീം വഇലാ സൗജതിഹിൽ കരീമ. ആദരണീയനായ ഈ സ്വഹാബി വര്യരിലേക്കും അദ്ദേഹത്തിൻ്റെ ആദരണീയയായ ഭാര്യയിലേക്കും നിങ്ങൾ നോക്കൂ. മാദാ ഹമലഹുമാ അലാ ഹാദാ സുലൂക്കിൽ അലീം. ഈ മഹത്തായ സ്വഭാവത്തിലേക്ക് അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇതാണ് അർത്ഥം കേട്ടോ, റദ്ദായിട്ടില്ല. ഈ മഹത്തായ സ്വഭാവത്തിലേക്ക് അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? സ്വഭാവരീതിയിലേക്ക്. ഇന്നമാ ഹുവൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. തീർച്ചയായും അത് അല്ലാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം മാത്രമാണ്. ആളറിയാനല്ല, പടച്ച റബ്ബിൻ്റെ പരലോകത്തിലുള്ള വിശ്വാസം മാത്രമാണ്. സാനിക്കേണ്ട പാഠം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫാ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിലും അവൻ്റെ ദൂതരിലും വിശ്വസിക്കുന്നെങ്കിൽ, അല്ല അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. ഇപ്പം അടുത്തൊന്ന് വിവരിക്കുകയുള്ളൂ, വിവരണം. എന്താണത്? സ്വന്തം മക്കൾക്ക് കരുതി വെച്ച ഭക്ഷണം അതിഥിക്ക് നൽകുകയും അതിഥിക്ക് സങ്കോചം തോന്നാതിരിക്കാൻ വേണ്ടി വിളക്ക് കെടുത്തി തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതായി അഭിനയിച്ച് അന്ന് രാത്രി പട്ടിണി കിടക്കുകയും ചെയ്ത ഒരു സ്വഹാബിയുടെയും ഭാര്യയുടെയും ഉദാത്തമായ ആതിഥീയ മര്യാദയെക്കുറിച്ചാണ് ഈ പാഠഭാഗം വിവരിക്കുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, നല്ല ബുദ്ധി തരണേ അല്ലാ.
ഈ മക്കളൊക്കെ റബ്ബേ പലരും പഠിക്കാൻ മടിക്കുന്ന ഈ സമയം, സ്കൂളിൽ 9-ലാണ് 10-ലാണെന്നൊക്കെ പറഞ്ഞ് മദ്രസ പഠനം നിർത്തുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ അറിവിന് വേണ്ടി വന്ന മക്കളാണ്. ഇവരെ കൈവിടല്ല റബ്ബേ. നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. ഇത് കാരണം സർവരംഗത്തും ഉന്നതമായ സ്ഥാനമെത്തിക്കണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവർക്ക് മാരകമായ രോഗം നൽകല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം നൽകല്ല റബ്ബേ. മരിച്ചുപോയ ഉസ്താദുമാർക്ക്, മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ഈ സമയം സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.